ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് കൊടുക്കണത് തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഇളയ നാത്തൂൻ്റെ അവൻ്റെ കല്യാണം കഴിഞ്ഞതൊക്കെ കാണിച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ അവർക്ക് ഇതുവരെ വിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പുതിയ ആപ്പിൾക്കും അവർക്കെല്ലാവർക്കും വിരുന്ന് കൊടുക്കാം. അപ്പോൾ വിരുന്ന് കൊടുക്കണ വീഡിയോസൊക്കെയാണ് ഇന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ കാര്യം ഡിസംബർ 22 കല്യാണം കഴിഞ്ഞത്. പക്ഷേ തിരക്കല്ലേ എല്ലാവർക്കും, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഹണിമൂണും ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനേ. അപ്പോൾ അങ്ങനെയൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ആ കുട്ടിക്ക് ജോലിയുണ്ട്, അവൾ CA കാര്യമാണ്. അന്നേരം ജോലി ഉള്ളതുകൊണ്ട് പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെയും ജോലിക്ക് പോകും. പിന്നെ ശനി ഞായറും അവർ ഓരോ സ്ഥലത്ത് കറങ്ങാൻ പോകും. പിന്നെ ഓരോരുത്തർ ക്ഷണിക്കും. അങ്ങനെയൊക്കെ പോകണ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ തൊട്ടടുത്ത് കിടക്കണെയാണ്. ദൂരമുള്ളതൊക്കെ കഴിയട്ടെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെയല്ല കേട്ടോ, നീണ്ടു പോയി. പിന്നെ നോമ്പ് വന്ന് അങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇനി നീണ്ടുപോയാലും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അവർക്ക് വിരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് അവരെ വിളിച്ചേക്കാം കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് അവർ ഫാമിലി, അളിയനും നാത്തൂനും മക്കളും ഒക്കെ, പിന്നെ ഉമ്മച്ചി, അങ്ങനെ കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന്. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കണം എന്താണ് ബിരിയാണി കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടോ, വാങ്ങിക്കൊന്നുമല്ല. എൻ്റെ കൈ ഇങ്ങനെ വേദന എടുക്കും, കുറേ നേരം എനിക്കും. ബിരിയാണിയൊക്കെ വെച്ചു, ബീഫ് ഫ്രൈ ഒക്കെ ആക്കി, അങ്ങനെയൊക്കെ കേട്ടോ. ഉച്ചക്കാണ് വിളിച്ചത്. പിന്നെ ഇന്നെന്താ ഈസ്റ്റർ അല്ലേ, ഈസ്റ്റർ ഉണ്ടാവും. ഞായറാഴ്ച നോക്കിയാണ് അവർക്ക് സമയമുള്ളൂ. ഞാൻ പറയാം, കുട്ടിക്ക് ജോലിയുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അളിയനിക്ക് ജോലിയുണ്ട്. എല്ലാവരും അളിയനൊക്കെ കമ്പനിയാണ്, പ്രൈവറ്റ് കമ്പനിയാണ്. അന്നേരം കമ്പനിയൊക്കെ ആയതുകൊണ്ട് എല്ലാം ഓഫായ ദിവസങ്ങളിലാണ് പറ്റുള്ളൂ. അങ്ങനെ ഇന്ന് സൺഡേ വിരുന്ന് കൊടുത്തു. അപ്പം അങ്ങനെ കേട്ടോ. പിന്നെന്താ, പിന്നെ ഈ ചുരിദാർ പുതിയ ചുരിദാർ കേട്ടോ, നല്ല ചുരിദാറൊക്കെയാണ്, കോട്ടൺ ചുരിദാറൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെ എന്താണോ, നിസാമോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ശ്രദ്ധിച്ചിരിക്കുക. നിസാമോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ശ്രദ്ധിച്ചതിങ്ങനെ കേട്ടിരിക്കാം. ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, അവർ പോയി. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാനിപ്പോൾ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തിരക്കായിരുന്നു രാവിലെ തൊട്ട്. ബിരിയാണിയൊക്കെ വെക്കലും ഓരോരോ പണിയില്ലേ, പുളിങ്കറി ഉണ്ടാക്കില്ലേ, അങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കി. അതൊന്നും വാങ്ങിച്ചില്ല, എല്ലാം ഉണ്ടാക്കി. ഐസ്ക്രീം മാത്രം വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. പുഡിങ് ഉണ്ടാക്കിയേനെ ഞാൻ, പക്ഷേ സമയം കിട്ടൂല. അത് കാരണം ഞാൻ തന്നെ അല്ല ചെയ്യേണ്ടത്. അത് കാരണം സമയം കിട്ടൂലാത്തതുകൊണ്ടാണ് ഉണ്ടാക്കാതിരുന്നത്. അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ മാമി കേട്ടോ, അതായത് ഇവിടുത്തെ വാപ്പിച്ചിയുടെ പെങ്ങൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അപ്പം മാമി വയ്യാതെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക. അപ്പം മാമീനെ കാണാനായിട്ട് ഉമ്മച്ചി കുറച്ച് ആളായി പറയണം, ഉമ്മച്ചിക്ക് കാണാൻ പോകണം. അപ്പോൾ ഉമ്മച്ചീനെയും കൊണ്ട് ഞങ്ങളെല്ലാവരും പോവാം. ഉമ്മച്ചിയും ഞങ്ങളും എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പോയില്ലെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിൽ റെഡിയാവാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. കൈ വേദന പോയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ പോവും. ഇനി ആ വീഡിയോ ഇപ്പോൾ കാണാം കേട്ടോ. പിന്നെന്താ, നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ വീഡിയോസ് എന്നൊക്കെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. പിന്നെന്താ, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, വേറെ വിശേഷമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകും. ഓക്കെ, വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതാ നമ്മൾ ഊതൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഊതൊക്കെ പോയിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളന്ന് മണപ്പുറത്തുനിന്ന് പറ്റിച്ചില്ലേ. ഇപ്പം ഞാൻ വേറെ പൈസ കൊടുത്ത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചു ഇവിടെ. അപ്പം അതൊക്കെ പോയിച്ച് ഇവിടെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, നിസാമോള് ഇവിടെ തണ്ണിമത്തനൊക്കെ വെട്ടി എല്ലാം ജ്യൂസ് അടിക്കാനായിട്ട് റെഡിയാക്കാണ്. പിന്നെ അതുമല്ല, നിസാക്ക് അപ്പോൾ പുതിയ എല്ലാ ഗ്ലാസും എല്ലാ പ്ലേറ്റും ഒക്കെ ഇന്ന് നിരത്തണം എന്നാണ് പറയണേ. എന്താ ചെയ്യാതെ ഉമ്മി എന്തിനാ ഇതൊക്കെ എടുത്ത് വെച്ചേക്കണേ, ഇതൊക്കെ എടുക്കേണ്ടിയെന്നും പറഞ്ഞത് എൻ്റെ എല്ലാ ഗ്ലാസും പ്ലേറ്റുകളൊക്കെ എടുക്കണ്ട കേട്ടോ. ഞാനും ഓർത്ത് എടുക്കട്ടേന്ന്. നമ്മൾ ബ്രാത്തിന് മുമ്പ് ഇതെല്ലാം കഴുകി ക്ലീനാക്കിയൊക്കെ വെച്ചേക്കണേ. പിന്നെ അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഗ്ലാസ്സൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരു ബൗളെടുക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരി. അതിലേക്ക് ബിരിയാണിയൊക്കെ സെർവ് ചെയ്യാൻ. ഓക്കെ, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
അങ്ങനെ എല്ലായിടത്തും നിരത്തണൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കഴുകി അങ്ങോട്ട് കയറ്റാനൊന്നും ആരും ഉണ്ടാവൂല. ഉമ്മച്ചി വന്നില്ലെങ്കിൽ ഞാൻ മിണ്ടൂലെന്ന് പറഞ്ഞ പിടിച്ചോടെ നീയാ ചിമാമിയാ പിന്നെ അതറിയാലോ. അതെ ഇവിടെ മൂട് വന്നില്ലായോ? ഞാൻ ഇങ്ങോട്ട് അവിടെ വിളിച്ചു പറഞ്ഞു വീട്ടോട്ട എല്ലേന്ന് സ്റ്റെപ്പ് എന്തൊക്കെയാണുള്ള മാറ്റൊക്കെ. അപ്പോൾ അത് അവർ വന്നു കേട്ടോ. അളിയൻ വന്നിട്ടില്ല കേട്ടോ. അളിയൻ അവിടെ എന്തോ പണിക്കാരും വന്നിട്ട് അളിയനും മോനും വരാനുണ്ട്. ഇപ്പോൾ അവർ വരും കേട്ടോ. അപ്പോൾ അളിയൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ കേട്ടോ. അപ്പോൾ ഉമ്മമാരിതാ വർത്തനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് അളിയൻ്റെ ഉമ്മിച്ച കേട്ടോ. അളിയൻ്റെ ഉമ്മിച്ച് ഉപ്പ മരിച്ചേക്കണ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കൊണ്ട് കഴിഞ്ഞുള്ളൂ. ഉമ്മിച്ച അങ്ങനെ ഒന്നും പോകാറൊന്നുമില്ല. പിന്നെ അത്രയും ഞാൻ നിർബന്ധിച്ച് വിളിച്ച് കഴിഞ്ഞ് മിണ്ടൂലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഉമ്മിച്ച് വന്നേക്കണേ കേട്ടോ. പിന്നെ ഇത് കടമുച്ച അറിയാലോ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇവർ വർത്തനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിതാ അപ്പുറത്തിരുന്ന് എല്ലാവരും വർത്തനം പറയുന്നുണ്ട് കേട്ടോ. വന്നിട്ടുണ്ടായി 2 പ്രാവശ്യം. നല്ല സുന്ദരിയായിട്ട് അയക്കണുള്ളൂ. അതിന്റെ വെളുപ്പൊക്കെ വാങ്ങിച്ചെടുക്ക്. ഉമ്മി ചുമക്കും. അതിപ്പോ സ്റ്റഡി ലീവായിട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയാൽ അപ്പം നിർത്തൂ. ഞാൻ ഫുൾ ടൈം പുറത്താണല്ലോ. ഞാൻ വിടൂ. വെറുതെ അവളെ പറഞ്ഞില്ലേ പൈസ ഇല്ല. നിസാക്ക് മുടി ഇഷ്ടപ്പെട്ടു. മുടിയുള്ള ചെറുക്കനെ ഇഷ്ടം. ഇല്ലാട്ടാ. പിന്നെ എനിക്ക് അങ്ങനെ ഇല്ല. അതൊരു പ്രാവശ്യം ഒന്നും അങ്ങനെ പറഞ്ഞു പോയി. പിന്നെ എന്നതേ പറയുള്ളൂ. നിസ പറയാറുണ്ട് മുടി വളർത്തിയ ചെറുക്കന് ഇഷ്ടം. നിസ പറയാറുണ്ട് മുടി വളർത്തിയ ചെറുക്കന് ഇഷ്ടം. മുടി വളർത്തിയതാകുമ്പോ എണ്ണയൊക്കെ പെട്ടി കൊടുക്കേണ്ടി വരും കേട്ടാ. എത്തിപ്പണിയാ. കഷ്ടമുണ്ട്. നീ ദുബായ്. നീ പോയി ദുബായിന്ന് ഓഫർ വന്നേക്കണ എഞ്ചിനീയറിങ് തന്നെ. ഇത്
ഷിപ്പ്യാർഡല്ലല്ലോ അവർക്ക്. അയ്യോ ഷിപ്പ്യാർഡ് ഇല്ലല്ല ഞാൻ ഞാൻ വീട്ടുകാരനല്ലേ മാറ്റേ എന്നാ സുരുമോ എന്റെ കൂട്ടുകാരനോടല്ലേ കുഞ്ഞൻ വരുമല്ല നീ എന്നെ കുഞ്ഞെന്തിരിക്കരുത് ആ കണ്ടില്ലേ കണ്ടില്ലേ ബീഫ് ലാസ്റ്റ് നമ്മളെ പെണ്ണുങ്ങൾ പോകാനില്ല ഈ കടേന്റെ അടയിലെ ഒരു എല്ലായിടത്തും മാറ്റും എന്നിട്ട് കരള് ഞാൻ ഇക്കാർക്ക് റോസ്റ്റ് ആക്കി കൊടുക്കും. ഇഷാനൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് കറി വെക്കണം അപ്പൊ നല്ല ടേസ്റ്റ്. ഇവിടെ ഇത്രയും നാളുണ്ടായില്ല. അടക്കം കുറേ നേരം എനിക്ക് ഒരു ഇത് കരളിനോട് ഇഷ്ടമല്ല. ഇഷ്ടമാണ്. ആ തുമ്പി പ്ലേറ്റിലൊന്നും ഇല്ല. നേരാക്കാണെങ്കിൽ ബിരിയാണിക്കാണ് നേരാക്ക് ചോറിനാ വെറുതോരാണ് നേരാക്കല്ല ഇതൊന്നുമില്ല. ഇവർന്ന് മാറ്റി ശം തരൂല ആ എനിക്ക് മനസ്സിലാ തെക്കില്ല. ബാക്കിയാവും. അല്ല അതും ചിക്കൻ വേണമെങ്കിൽ ലച്ചക്കോളം മതിയല്ലോ. രണ്ട് കോഴി അടിച്ച കാലപ്പോ തന്നെ ഷമിന് ഫ്രൈ ആണ്. ഇപ്പൊ കാലിഷ്ടമല്ല ഇതില് ചിക്കൻ മേടിക്കുമ്പോ ചെറിയ പീസൊക്കെ മറ്റേതായിരിക്കും. അപ്പൊ കാലിഷ്ടമാണ്. ആ കട്ട് ചെയ്യൂ. ശമിനില്ലാത്ത വിശ്വസിച്ചത് ഇപ്പൊ വീട്ടിലാണ് കാലായിട്ട് ഉറങ്ങാറൊന്നുമില്ല. എല്ലാം നോക്കിയല്ല. ആ പണ്ട് ഇവര് മേടിക്കാൻ പോകുമ്പോഴല്ല കാല് തുറക്കണ്ടാട്ടോ ഇറങ്ങി മേടിക്കും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാനും കുഞ്ഞിന്റെ ഇറച്ചി വാങ്ങുമ്പോഴേ ആ കടക്കാരൻ ചിലപ്പോ ഒരു കാലം മുറിച്ചിട്ടുണ്ടാവും. ഒരു കാലം മുറിക്കണ്ടാവും. പിന്നെ ഞാനും കുഞ്ഞിന് ഇടിയാതിന് പണ്ട് നീ അയ്യോ അവള് വന്ന വഴിക്കോട്ട് ഇടിയായിരിക്കും. കാലുണ്ട് എനിക്ക് ഞാൻ എന്റെ കാലം എത്ര വർഷം ശ്യാമ് ശ്യാമ് കാല് മാത്രം വാങ്ങിക്കാൻ കിട്ടും. സുഗുണ ചിക്കൻ ഇത്ര കോഴിയുടെ കാലിലാണ്ടിരിക്കണ വന്നോളാം അവര് പറമ്പി പണിയാണോ ഞായറാഴ്ച അങ്ങനെയാണല്ലോ പറമ്പി പണിയായിരിക്കും. കുഞ്ഞൻ ഒരു ഇവിടെ പതിനൊന്ന് മണിക്ക് ഫുഡ് കഴിച്ചോ? അതെ അതായത് കല്യാണത്തിന്റെ കല്യാണത്തിന്റെ അന്നത്തെ 20,000 അതിന് മുമ്പത്തെ അരി കൊടുക്കുന്നത് 10,000 രൂപ
കല്യാണത്തിന്റെ 20,000 രൂപ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 20,000 രൂപ. അതിന്റെ മുകളിലൊന്നും വേണ്ട, വെറുതെ ഇരിക്കുന്നതല്ല. തലേന്ന് ഒരു 6,000 ഇനി ഇവിടെ കല്യാണം വില കൂടൂലേ? ഇല്ല, ഞങ്ങളെന്തേ അടുത്ത മാസം കിട്ടിക്കുമ്പോ പിന്നെ വെറുതെ ഇല്ലാത്തവരില്ല. അടുത്ത മാസത്തേക്കുള്ള ഈ പറയുന്നത് വിഖ്യാതത്തിന്റെ പേര്, കല്യാണത്തിന്റെ പേര് തലേന്നത്തെ പേര്. അടുത്ത മാസം തിങ്കളാഴ്ച മെയില് നിക്കാഹ്, പിന്നെ ഒരു ദിവസം കല്യാണം, പിന്നത്തെ മെയ് 9-ാം തീയതി നിക്കാഹ്. മെയ് 19 അല്ല, മെയ് 9. മെയ് 9 നിക്കാഹ്, അടുത്ത മെയ് 19 കല്യാണം. ഒരു വർഷത്തെ ഗ്യാപ്പ്. നിങ്ങക്ക് വെറുതെ പറയണല്ലോ, പേര് പറയണല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ കല്യാണത്തിന്റെ ഡ്രസ് നമ്പറാക്കി തരും. നീ മാത്രം കഴിച്ചില്ല. പണിയില്ല, അത് അടുത്ത ദിവസം അതേ കഴിച്ചോളൂ. വാ വാ വാ. നമുക്ക് ക്ലാസ് വെള്ളം വെള്ളം മുകളിൽ വെക്കാം, എടുക്കാൻ എളുപ്പമുണ്ട്. ഈ ഇവിടെ ട്രെയിനിന്റെ ബെർത്തില്ലേ എന്നതുപോലെ മടക്കി വയ്ക്കാവുന്ന രീതിയിൽ ഇല്ല പറഞ്ഞിട്ടുണ്ടോ? ചെക്ക് ചെയ്ത് അതിലെല്ലാം വലിയ വലിയ യൂട്യൂബേഴ്സാ. പിന്നെ നമ്മള് പരിചയവും ഇനിയിപ്പോ നമ്മള് പറഞ്ഞു എന്തെങ്കിലും മെസ്സേജ് വന്നായിരുന്ന? ഇല്ല. അസോസിയേഷന്റെ ഈ അടുത്ത ദിവസം ചാലക്കുടിയിലുണ്ടായി എന്റെ വലിയൊരു പാർട്ടി ടോവിനോയും ദിലീപൊക്കെ വന്നത്. നമ്മുടെ തോട്ടുമത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായും ഇത്തായും വന്നു കേട്ടോ. അവരവിടെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അന്നേരം അവരൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്തോ അവിടെ പറമ്പുണ്ട്, പറമ്പിൽ എന്തൊക്കെയോ പണികളൊക്കെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും വരുമെന്നൊന്നും അറിയില്ല. അങ്ങനെ അവരും എത്തിയിട്ടോ. പിന്നെ അവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. ഞാനപ്പോൾ ഇതിൻ്റെ ഇടയിൽ കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചതൊന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നേ. അങ്ങനെ കേട്ടോ. അപ്പോഴേക്കൊക്കെ സമയവും ഒരുപാടായിട്ടോ. 2 മണി 2:30 ആയി അപ്പോഴേക്കും. പിന്നെ ഇക്കായും ഇത്തായും എപ്പോഴും എൻ്റെ കൂടെ കാണാറില്ലേ, നമ്മുടെ വീഡിയോയിൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റിയിരിക്കും, എല്ലാവരെയും അറിയാൻ പറ്റിയിരിക്കും. അങ്ങനെ കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്പറൊന്നും വേണ്ട പിന്നെ അളിയനെ പാട്ടൊക്കെ കേട്ട് അളിയൻ പാടിയ പാട്ടൊക്കെ കേട്ട നിങ്ങള് ഈസ്റ്ററായിട്ട് അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ പിന്നെ അന്ന് മാങ്ങയൊക്കെ കിട്ടിയത് ഞാൻ അച്ചാറിട്ടതൊക്കെ കാണിച്ചില്ലേ, അതൊക്കെ മാങ്ങയൊക്കെ അച്ചാറിട്ട് കഴിയുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ എടുത്ത് ഇതുപോലെ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ നിസാക്ക് മാത്രമാണ് ഇത് ഇഷ്ടമുള്ളൂ, അപ്പം കുറച്ച് തന്നെ ഇട്ടുള്ളൂ, അധികം എരിവൊന്നും ഇല്ലാതെ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ഉപ്പും പുളിയൊക്കെ കഴിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ, അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ ഉപ്പിലിട്ടത് കൊണ്ടുവന്നു കേട്ടോ. ഈ ഫാനിനൊന്നും കാറ്റില്ല. ഇഷ്ടല്ല നീയാക്കോ എനിക്കോ വലിയ താല്പര്യമില്ല. അതെന്താ മിഠായിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, അല്ല ഗാലക്സിയോ അല്ലേടാ മധുരം. അത് തന്നെ. അയ്യാ എവിടെ ടൂർ പോണ്ടേ? കൊച്ചിക്ക് ഫാമിലി ആയിട്ട് ടൂർ പോവാ. തൂത്തുക്കുടി. ആ തൂത്തുക്കുടിയിലെ അവിടെ വല്ലവരും കണ്ടു. ആ അവിടെ ഒരു പാർട്ടി തൂത്തുക്കുടിയിലാരാന്ന് ചിമ്മാമി ചോദിക്കാ. മിനി ഊട്ടി. ആ അത് ഈ മലപ്പുറത്തല്ലേ? തമിഴ്നാടാ? ഇവിടുന്ന് നമുക്ക് മിനി ഊട്ടി പോവാം. ബസ്സിൽ പോയിട്ട് കുറഞ്ഞ ചിലവല്ലേ. കണ്ടില്ലല്ലോ. അതന്നെ ചായ എന്തായി കണ്ടില്ല. ചാടാനൊക്കെ ചായ കൊടുത്തു എല്ലാ പെരുമക്കളും പുതിയത് വെച്ച് കൊടുത്തു. ഒരു സുഖാലേ ഒക്കെ വന്നിട്ടാണ് ഇവര് ഓർഡർ ചെയ്തിട്ടില്ല. രണ്ട് കയ്യിൽ ഐസ്ക്രീം തിന്നാ ആണോ? ഞാൻ ഐസ്ക്രീം തിന്നാ, ചൂടുവെള്ളം തരാ.
ഉമ്മച്ചിക്ക് തണുപ്പ് വരില്ല. ആവി ഇടക്കിടക്ക് കറുത്തിരിപ്പുണ്ടല്ലോ ആവി. അത് പിസ്തയാണ്. പിസ്ത തൊണ്ട് കളയാണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് കത്തിരിക്കണ. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് കഴിക്കാൻ എന്തായിരിക്കും പിള്ളേരെയും കഴിച്ചാ അതന്നെ. രണ്ടെണ്ണം ഇങ്ങനത്തെ മാമിമാരെ മിക്കവാറും കല്യാണം പുറപ്പിക്കും. പറയണട്ടാ നാളെ പറയാം. നിന്റെ പനോട് നാളെ ഇവിടെ കൊണ്ടാക്കാൻ പറ. വരുമ്പോ നിന്റെ ബുക്കും കോൺഫിഡൻസ് അവളെ വിളിക്കും. അത് എന്നിട്ട് പറയാട്ടാ, കുഞ്ഞുമാട് പറയുന്നത് എനിക്ക് ആബി ഉണ്ട്, ഉപ്പിച്ചി ഉണ്ട്, ഐഷ ഉണ്ട്, എല്ലാരും അവരൊക്കെ എന്റെ സ്വന്തക്കാരാണ്. അവരൊക്കെ എന്റെ സ്വന്തക്കാരാണ്. അത് കഴിഞ്ഞിട്ട് വെച്ച് മോനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ആദ്യത്തെ സർപ്രൈസ് കൊടുക്കാം. അത് വേണ്ട, ബേബി വരുമ്പോ പൊതിഞ്ഞ് നമുക്ക് സർപ്രൈസ് കൊടുക്കാം. അതാണ് നല്ലത്. അത് ശരിയാ. ചാളോ ചാളോ ഞാൻ എന്റെ ബർത്ത്ഡേ ഉണ്ട് ചാളുവിന്റെ അതേ അവിടെ കേക്കും. നമ്മുടെ ഐസ് വാട്ടർ നിങ്ങളെ കൊച്ചാക്കിയില്ല. അവൻ പറഞ്ഞേടാ എന്റെ ഫാമിലിന്ന് വെറുതില്ല. ഐസ് വാട്ടർ ആണോ? വെറുതെ വെള്ളമൊക്കെ ഐസ് വാട്ടർ ഇല്ലാടിയുള്ള ഇവിടെ ചോദിച്ച് എന്റെ വീഡിയോയിൽ കാണാത്ത ആള് കമീസേ നല്ല പെണ്ണുണ്ടെങ്കിൽ ആലോചിച്ചു നിനക്ക്. അതൊക്കെ സെറ്റാ. നിന്റെ കൂടെ ഇവിടെ ഒരു കാര്യം നടക്കൂലെന്ന് നമുക്കറിയാം. അതെയോ ചോദിക്കാൻ പറ്റി. കണ്ടാ മമ്മ എടാ നിന്റെ മമ്മ 20 വയസ്സിൽ കെട്ടി. അപ്പൊ കൊണ്ടിപ്പോയി കണ്ട ബാബായും കെട്ടി 22 വയസ്സിലട്ടെ. വലൈക്കും സലാം. അന്നത്തെ ആ കാലം ഇപ്പഴും 27 വയസ്സിൽ തന്നെയാ. മിക്കവാറും എന്തെങ്കിലൊക്കെ ഇപ്പൊ തീരുമാനമാവും. അവരൊക്കെ റെഡി ആവാൻ പോവാ. നീ വന്നുണ്ടോ? എന്നാ റെഡി ആയിക്കോ. ഇപ്പൊ റെഡി ആയിട്ട് കാറും കൊണ്ട് വരൂ. അങ്ങനെ എല്ലാവരും വന്ന് പോവേനു. ഞങ്ങളും പോവാട്ടോ കൊച്ചിയില്. ഇവിടുത്തെ വാപ്പിച്ചിയുടെ പെങ്ങളുണ്ട്. പെങ്ങളെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൊച്ചിയിൽ മാമീനെ കാണാൻ പോവാണെന്ന്. അപ്പം അതിന് വേണ്ടി ഇതൊക്കെ റെഡിയായി പർദ്ദയ്ക്ക് ഇട്ട് വന്നേ കേട്ടോ. ഞാനും നിസാമോളും ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠൻ, പിന്നെ ആരാ ചിമാമി ഒക്കെ ആയിട്ട് പോണേ. കൊച്ചിയിലാണ്, ഫോർട്ട് കൊച്ചിയിലാണ് മാമിയുടെ വീട്. അപ്പം മാമീനെ കാണാൻ പോവാം. മാമി വയ്യാതിരിക്കണം. കുറേ നാളായി പോകണം എന്ന് വിചാരിക്കുന്നു, പറ്റിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ നിയായും ഇളയ മാമിയുടെ മോനും എങ്ങാണ്ട് പോയി സിനിമക്കാണോ എന്തിനോ പോയി. അപ്പം നിസാമുക്ക് എവിടെയെങ്കിലും പോകാം അന്നേരമാണ് ഓർക്കണേ. അങ്ങനെ മാമിയിട്ട് പോകാമെന്ന് എപ്പോഴും പറയലല്ലേ, നമുക്ക് മാമിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ റെഡി ചെയ്താട്ടോ. അപ്പോൾ അത് ഞാൻ പർദ്ദയൊക്കെ ഇട്ടു. പർദ്ദയാണ് ഇല്ല ചെറുക്കത്തിലേക്കാണ്. പർദ്ദയൊക്കെ ഇട്ട് റെഡിയാക്കി വന്നിട്ടുണ്ട്. നിസാമോളും റെഡിയായി. ഇപ്പോൾ വരും. അവരുടെ കാറിലാണ് പോണേ കേട്ടോ, ജ്യേഷ്ഠൻ്റെ ഒക്കെ കാറിലാണ് പോണേ. അപ്പോൾ ഓക്കേ. അപ്പോൾ ഇത് ഞങ്ങൾ റെഡിയായി നിൽക്കണമായിരുന്നു കേട്ടോ. നിസ ഉണ്ടോ? പക്ഷേ നിസ അടിച്ചു വരണേ. അതെ, ഇവിടെ ഇപ്പോൾ എല്ലാവരും വന്ന് പോയിട്ട് ആകെ പൊട്ടുമുടിയൊക്കെ ഉണ്ടാവില്ലേ, മണ്ണൊക്കെ ഉണ്ടാവില്ലേ. അപ്പം മണ്ണൊക്കെയാണെന്നും പറഞ്ഞ് നിസ നമ്മൾ അടിച്ചു വരണേ. ഞാൻ റെഡിയായി. ഇനി ഞാനൊന്നും ചെയ്യൂല. ഞാൻ എപ്പോഴൊക്കെ കയറിയേക്കണേന്നറിയോ കിച്ചണിൽ. എൻ്റെ എല്ലാ പണിയും ഞാൻ ചെയ്തില്ലായിരിക്കും. എൻ്റെ ഉമ്മി പണിയെടുക്കൂല. പക്ഷെ ഇത് അവളും പണിയൊക്കെ എടുക്കും.
വല്ലപ്പോഴും. കഴിഞ്ഞ ദിവസം ചായ ഇടാൻ വേണ്ടിയിട്ട് ഇടൂന്ന് പറഞ്ഞ് ഞാൻ തന്നെ ലാസ്റ്റ് ചായ ഇട്ട് കുടിച്ചാൽ നിങ്ങൾ കണ്ടില്ലേ? അതാ പണി. നല്ല കുഴപ്പമില്ല. പുള്ളിക്കാരിക്ക് വലിയ വൃത്തിയായിരിക്കണം, വീട് വൃത്തിയായിരിക്കണം. അതിൻ്റെ ആളാ പണിയെടുക്കില്ല. പിന്നെ കുക്കിംഗ് ഒന്നും ചെയ്യാൻ ആയില്ലല്ലോ. വീടൊക്കെ എപ്പോഴും പുള്ളിക്കാരിക്ക് നീറ്റായിരിക്കണം. അത് കാരണം ഇങ്ങനെ എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നോളൂ. അവൾക്ക് അവിടെ എന്തോ ഓടിപ്പോയി. എന്തോ ഒരു സാധനം, എന്തോ സാധനമല്ല, എന്തോ കരട് എവിടെ അവിടെ തന്നെ. അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് പോവാണെങ്കിൽ കയറി വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. വീട് അലമ്പായി കിടന്നാൽ കൊള്ളൂല. അങ്ങനെ ഫസ്റ്റ് നീറ്റായി, എല്ലാം നീറ്റായി ക്ലീനായി. പിന്നെ നമ്മൾ പോവാണ്. ഞാൻ അവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം കേട്ടോ. വന്നിട്ടില്ല. വാടി നിൽക്കുന്നത് പിന്നെ അപ്പം തന്നെ നമ്മൾ കൊച്ചി പോയിട്ടോ. കൊച്ചിയിൽ പോയി ഫോർട്ട് കൊച്ചിയായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ പോയി മാമീനെയൊക്കെ കണ്ടു തിരിച്ചു വന്നു. ഇപ്പം തന്നെ വീഡിയോ ഒത്തിരി ലെങ്തായി. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനും അവിടെ പോയതും ഒന്നും എടുത്തില്ല കേട്ടോ. അവിടെ ജസ്റ്റ് അവിടെ പോയി നിൽക്കണതും അങ്ങനെയൊക്കെ ഒന്ന് എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിരുന്നിന് പോയതല്ല, വിരുന്ന് വന്ന വിശേഷവും ഒക്കെ. മറ്റേ നാത്തുവിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, അപ്പം നമ്മൾ ജ്യേഷ്ഠൻ്റെ പേരിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വിരുന്ന് കൊടുത്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പേര് വിചാരിക്കൂലേ 2 കല്യാണം ഉണ്ടായിരുന്നല്ലോ, ഒരെണ്ണത്തിനല്ലേ എത്ര കൊടുക്കണം കണ്ടുള്ളൂ അവരുടേത്. ഇപ്പം അവരവിടെ ഇല്ല എന്തായാലും, അവർ മാലദ്വീപൊക്കെ ടൂർ പോയേക്കാട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി നമ്മളിതാ അങ്ങോട്ട് കയറാനൊക്കെ പോവാട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം വന്നിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഉഷാർ വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.